ഹലോ ഗൈസ്, ഇന്നാണ് കേട്ടോ എൻ്റെ വിസ റിന്യൂവൽ ഡേ. എനിക്ക് ഡിസംബർ 29 വരെ സമയമുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് നേരത്തെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം വീക്കെൻഡാണ്, പിന്നെ ന്യൂ ഇയർ പരിപാടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ വിസ കിട്ടാൻ എന്തെങ്കിലും ലേറ്റ് ആയാലോ എന്നൊരു ഡൗട്ട്. അതുകൊണ്ടൊന്നും നോക്കിയില്ല, നേരത്തെ കൂട്ടി തന്നെ ട്രാവൽ ഏജൻസിനെ ഏൽപ്പിച്ചു. 2 മാസത്തേക്കുള്ള വിസ എടുത്തു. ഫ്ലൈ ദുബായ് ആണോ നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട്. ഈ ഫ്ലൈ ദുബായിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വിസ റിന്യൂവലിന് തന്നെയുള്ള ആൾക്കാരായിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്പാച്ചറിൽ ഇറങ്ങി നേരെ കയറുമ്പോൾ തന്നെ നേരെ കയറി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫ്ലൈ ദുബായിയുടെ ഇങ്ങനത്തെ മെഷീൻ കാണാം. അവിടെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും കേട്ടോ. ഈ മെത്തേഡും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ കൂടെ 2-3 പേര് എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസും ഞാൻ ഫില്ല് ചെയ്തൊക്കെ കൊടുത്ത് അങ്ങനെ നിന്നു. പിന്നെ 5 മണിക്കൂർ മുന്നേ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ട്രാവൽ ഏജൻസിയിൽ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സേഫായിട്ടൊരു 3.5 മണിക്കൂർ മുന്നേ വേണമെങ്കിൽ എത്തിക്കുക, നോർമൽ പ്രോസസ്സ് പോലെ തന്നെയാണ്, ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്ലൈറ്റ് 2:40 ഞാനൊരു 10 സംതിങ് ആയപ്പോൾ തന്നെ എയർപോർട്ടിലെത്തി ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എനിക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്ത ഒരാളെ കമ്പനി കിട്ടി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഡ്യൂട്ടി ഫ്രീയിലോ അവിടെയൊക്കെ നടന്ന് കാഴ്ച കണ്ട് ഇങ്ങനെ സമയം കളഞ്ഞ്, കാരണം കുറേ നേരം ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ലഞ്ചിൻ്റെ ടൈം ആയപ്പോൾ പുള്ളിക്കാരി സബ്വേയിൽ നിന്ന് ഓർഡർ ചെയ്തു. ഞാനാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് കട്ട് ചെയ്തും പിന്നെ ചപ്പാത്തി നഗറ്റ്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പേരയ്ക്ക് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്ക് എക്സിറ്റ് സ്റ്റാമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം എൻ്റെ ഗേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നിരുന്നു. പുള്ളിക്കാരിയുടെ ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. ആൾ ബഹ്റിനിലേക്കായിരുന്നു. ആൾക്ക് 2:10 എന്തായിരുന്നു ഫ്ലൈറ്റ്, എനിക്ക് 2:40. അപ്പോഴേക്കും എനിക്ക് എയർപോർട്ടിൽ നിന്ന് വേറെ ഒരു കുട്ടിയും ഇതേപോലെ വിസ റിന്യൂവലിന് പോകണേനെ കിട്ടി. ഞങ്ങൾ കമ്പനി അടിച്ചു. പിന്നെ ഇതാ ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഫ്ലൈറ്റിൽ കയറി. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഫ്ലൈറ്റിന് പോയപ്പോൾ ഇതേപോലെ ബസ്സിന് വന്നിട്ട് ഇങ്ങനെ കയറിയിട്ടാണ് കേട്ടോ പോയത്. ബാക്കിയെല്ലാം നമ്മൾ ഡയറക്റ്റ്ലി എൻട്രി ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ കാണലും ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒരു സാൻഡ്വിച്ചും പിന്നെ നട്ട്സിൻ്റെ ഒരു പാക്കറ്റും പിന്നെ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ബ്രേക്ക്, പിന്നെ നമുക്കൊരു ബോട്ടിൽ ഓഫ് വാട്ടർ. ഈ സാൻഡ്വിച്ച് ആക്ച്വലി അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കേസ് 1 മണിക്കൂറും 5 മിനിറ്റും എന്തോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. വരിക, കയറുക, ഫുഡ് കഴിക്കുക, അപ്പോഴേക്കും ലാൻഡ് ചെയ്തു. പെട്ടെന്ന് സമയം പോയി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എന്താ പറയുക, എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളതാണ് അവസ്ഥ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. പിറ്റേ ദിവസം രാവിലെ 12:05 ഫ്ലൈറ്റ് തിരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫ്ലൈറ്റിന് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമുക്ക് നെറ്റ് കണക്ട് ചെയ്യണമല്ലോ. നമ്മുടെ വിസയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണ് അവർ അയക്കുന്നത്. അതായത് ദുബായിലേക്കുള്ള 2 മാസത്തെ വിസിറ്റിംഗ് വിസ നമ്മുടെ റിന്യൂ ചെയ്തത് വരണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ ആണ് നമുക്ക് ഏജൻസി അയച്ചുതരാം, വാട്സാപ്പ് ഓർ മെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷേ അതിന് നെറ്റ് വേണമല്ലോ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ദുബായ് നമ്പർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് വേറെ എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ നമ്പർ വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. OTP ഒക്കെ വരും. ആ OTP വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിമ്മിൽ റീചാർജ് ചെയ്തിട്ടുണ്ടാവണമല്ലോ. എൻ്റെ സിമ്മാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണോ എന്താണ് അറിയത്തില്ല, നമ്മുടെ OTP വരുന്നുണ്ടായിരുന്നില്ല കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്താ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് എൻ്റെ ഗൂഗിൾ പേ ത്രൂ ഭാഗ്യത്തിന് എൻ്റെ ഇന്ത്യൻ നമ്പർ ഫോണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. GPay ത്രൂ നമ്മുടെ സിം റീചാർജ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മെസ്സേജ് വന്നതും പിന്നെ നെറ്റ് കണക്ട് ചെയ്തു. ആൻഡ് അടുത്ത അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ്. എൻ്റെ ഫോണിന് ചാർജ് ഷടപടേന്നായിരുന്നു പോകുന്നുണ്ടായിരുന്നത്, ചാർജേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ കുത്തി വെച്ച് ഒരു എണ്ണത്തിലും സ്ലോട്ട് വർക്കിംഗ് അല്ല. അവിടെ കഫേയിൽ പോയി, കോഫി ഷോപ്പിൽ പോയി, റെസ്റ്റോറൻറ്റിൽ പോയി, അതൊന്നും വർക്കിംഗ് അല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ലാസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു. എൻ്റെ ഐപാഡ് ഉണ്ടായിരുന്നു, ഐപാഡിൽ വൈഫൈ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം സിം വെച്ചിട്ടാണല്ലോ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടി പോസ്റ്റായിരുന്നു. പിന്നെയാണ് തന്നെ എനിക്ക് തലവേദന എടുത്തിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഉറക്കം ശരിയാവാത്തതിൻ്റെ തലവേദന, ഭയങ്കര തലവേദന. പക്ഷേ എന്താ പറയുക, പിന്നെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെക്കൻ നമ്മുടെ അടുത്ത് ജസ്റ്റ് ചോദിച്ചത് എവിടേക്കാണെന്ന്. അങ്ങനെ അവനുമായിട്ടും കമ്പനിയായി. അവൻ തിരിച്ചു ദുബായിലേക്ക് നമ്മുടെ സെയിം ഫ്ലൈറ്റിനായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വേറൊരു ചാർജിങ് പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി ചാർജ് ചെയ്തു. അങ്ങനെ പിന്നെ സമയം പോയത് അറിഞ്ഞേയില്ല. ഭയങ്കര സെറ്റായിരുന്നു. നമ്മൾ 3 പേരും ഫുള്ള് വിശേഷമൊക്കെ പറഞ്ഞ് സമയം പോയി. അതിൻ്റെ ഇടയിൽ എനിക്കൊരു 2 സെക്കൻഡ് ഡീപ്പ് സ്ലീപ്പ് കിട്ടി. അപ്പോൾ എനിക്ക് ആ തലവേദന ഒന്ന് ഒതുക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ടാക്സി വിളിച്ചില്ല, കാരണം അവിടെ നിന്ന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. സോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിളിക്കാൻ വെച്ചു. അപ്പോൾ പുറത്ത് നടക്കാൻ നേരത്താണ് ഈ പൂച്ച നമ്മുടെ പിന്നാലെ കുറേ നേരം ഉണ്ടായി. എവിടെ പോയാലും നമ്മുടെ പിന്നാലെ വരും. ഇവൻ കുറേ തള്ളി ഓടിക്കാനൊക്കെ നോക്കി, പക്ഷേ ഫോൺ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ടാക്സി വേണ്ട, 5 മണിയൊക്കെ കഴിഞ്ഞാൽ മെട്രോ ബസ്സും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൊട്ട് അടുത്തല്ല കുറച്ചങ്ങ് നടന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവിടെ ഇരുന്നിങ്ങനെ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഒരു ചായ കഴിഞ്ഞു, 2ാമത്തെ ചായ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടാ ഫുഡും കൂടെ പോന്നോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മൾ പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു. പുറത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഞാൻ ഇരുന്ന് വിറയ്ക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 7:45 മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങളെല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോയി.